സെക്കൻഡ് ടേം അഥവാ ക്രിസ്മസ് എക്സാമിൽ ഇംഗ്ലീഷിന്റെ സിലബസിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരിക, ഞങ്ങൾ ഏത് ചാപ്റ്റർ വരെ പഠിക്കണം, ഏതൊക്കെ ഡിസ്കോഴ്സുകളിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കേണ്ട ഡിസ്കോഴ്സുകൾ മാത്രം നോക്കിയാൽ മതിയോ? ഗ്രാമർ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരില്ലേ? ഏതൊക്കെയാണ് ഗ്രാമർ ടോപ്പിക്കുകൾ? ഇതിലേതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ടേം എക്സാമിന്റെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ആദ്യത്തെ 4 യൂണിറ്റുകളിൽ നിന്ന് 13 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഒന്നാമത്തെ 3 L's ഓഫ് എംപവർമെന്റ് മുതൽ 13ാമത്തെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് വരെയാണ്. സോ ഇതാണ് നമ്മുടെ സിലബസ്. അതിൽ വേറെ ടെൻഷനൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഏതൊക്കെ ഡിസ്കോഴ്സുകളിൽ നിന്നാണ് ചോദ്യം വരിക? എഗെയിൻ നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഡിസ്കോഴ്സുകൾ: സ്പീച്ച്, റൈറ്റ് അപ്പ്, ലെറ്റർ, അത് തന്നെ ഫോർമൽ ഇൻഫോർമൽ ലെറ്റർ ഉണ്ടാവും, ദെൻ അനൗൺസ്മെന്റ്, ഡിബേറ്റ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, സെമിനാർ റിപ്പോർട്ട്, ഇമെയിൽ റൈറ്റിംഗ്, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്, പാനൽ ഡിസ്കഷൻ, ന്യൂസ് റിപ്പോർട്ട്, ബ്ലർബ് റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ്, പ്രൊഫൈൽ. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയത്തിൽ ലൈൻസ് തന്നിട്ട് ഇത് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം, മെൻഡിങ് വേർഡോ എനി വേർഡോ തന്നിട്ട് വേറൊരു പോയമായിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. സോ ഇത്തരം ഡിസ്കോഴ്സുകളാണ് എന്ത് ചെയ്യുക നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരിക. ഓക്കെ ആണല്ലോ? ദെൻ ഗ്രാമർ ടോപ്പിക്കുകളിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും ഗ്രാമർ ടോപ്പിക്കുകൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും ചോദിക്കും എന്നല്ല അർത്ഥം. ബട്ട് സ്റ്റിൽ എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കൊഹെസീവ് ഡിവൈസസ്, ഇവരൊക്കെ നമ്മുടെ സ്ഥിരം പുള്ളികളാണ്. ആൻഡ് വി ഹാവ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് 1 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ അഡ്വൈസസ് ഗിവിംഗ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണാറുള്ള ചോദ്യമാണ്. ദെൻ മിസ്സലേനിയസ് ആയിട്ടുള്ള കുഞ്ഞു ഈ പറയുന്ന സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്, സിലബസ്, ഗ്രാമർ ടോപ്പിക്, ഡിസ്കോഴ്സസ്. ആൻഡ് എന്തിനാണ് സാർ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ഷാജു സാറും ഒരു മെഗാ മാരത്തോണായിട്ട് വരുന്നുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ആ ലൈവിൽ കാണാം. ലൈവിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ വി വിൽ സീ യു ടുഡേ ഷാർപ്പ് at 7 o'clock. താങ്ക് യു ഫോർ വാച്ചിങ്.